ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ക്ലൗഡ്. ജീവിതകാലം 522 മുതൽ 560 വരെ. ഓർലീൻസിലെ രാജാവായ ക്ലോഡോമിറിൻ്റെ മകനാണ് ക്ലൗഡ്. വിശുദ്ധ ക്ലോട്ടിൽഡായുടെ മൂത്ത മകനാണ് ക്ലോഡോമിർ. ക്ലൗഡിന് 2 വയസ്സുള്ളപ്പോൾ പിതാവ് 524 ബെൻഗൻഡിയിൽ വെച്ച് വധിക്കപ്പെട്ടു. തെയോബാൾഡ്, ഗന്ധായിർ, ക്ലൗഡ് എന്നീ കുട്ടികളെ അവരുടെ അമ്മൂമ്മ ക്ലോട്ടിൽഡ വാത്സല്യത്തോടെ പാരീസിൽ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ പാരീസിലെ രാജാവ് ചിൽഡ്ബർത്തും സ്വാസോണിലെ രാജാവ് ക്ലോട്ടയറും ചേർന്ന് തെയോബാൾഡിനെയും ഗന്ധായറിനെയും കുത്തിക്കൊന്നുകൊണ്ട് ഓർലീൻസ് രാജ്യം പങ്കിട്ടെടുത്തു. ക്ലൗഡ് സ്വയം തലമുടി വെട്ടിക്കളഞ്ഞു, ലൗകിക ആർഭാടങ്ങൾ പരിത്യജിച്ചു. രാജ്യം തിരികെ പിടിച്ചെടുക്കുവാൻ ചില സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തിയില്ല. ആത്മവിജയം, എളിമ, ശാന്തത, ക്ഷമ, തപസ്, പ്രാർത്ഥന എന്നീ ഭക്ത അഭ്യാസങ്ങൾ വഴി സംരക്ഷിക്കപ്പെട്ടു. ഒരു കൊച്ചുമുറിയിൽ മനസമാധാനത്തോടെ അദ്ദേഹം ജീവിച്ചു. പരുപരുത്ത തുണി വീരാളിപ്പട്ടിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി നൽകി. ആത്മനില വഷളാകുന്നതിന് മുൻപ് ലോകവ്യാമോഹങ്ങളിൽ നിന്ന് തന്നെ അകറ്റിയ ദൈവത്തിന് ക്ലൗഡ് നന്ദി പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ സെറേവൂസിന്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിച്ചു. വിദഗ്ധനായ ഈ ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിൽ വളരെ പുരോഗമിച്ചു. എങ്കിലും പാരീസിലെ വാസം തന്റെ സന്യാസ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം പ്രൊവൻസിലേക്ക് ഒളിച്ചുപോയി. അവിടെ പഴയ മിത്രങ്ങൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പാരീസിലേക്ക് മടക്കി കൊണ്ടുപോയി. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 551 അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. കുറെ കാലം പാരീസിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സെന്റ് ക്ലൗഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു. വസ്തുവകകളെല്ലാം ദേവാലയങ്ങൾക്കായി ദാനം ചെയ്തതിന് ശേഷം തൻ്റെ ആശ്രമത്തിൽ കിടന്ന് 560 അദ്ദേഹം മരിച്ചു. സെന്റ് ക്ലൗഡ്, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണമേ. ലോകസുഖങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുവാനായിട്ടും ഈശോയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.